ഹലോ ട്രേഡേഴ്സ്, നമ്മളിന്ന് മാർക്കറ്റിൽ നോക്കാൻ പോകുന്നത് ഒരു ഫിബൊനാച്ചി റീട്രേസ്മെൻറ്റ് അല്ലെങ്കിൽ ഫിബൊനാച്ചി എക്സ്റ്റൻഷൻ എന്ന് പറയുന്ന രണ്ട് സെഗ്മെൻറ്റ്സ് ആണ്. ഇത് രണ്ടും നമ്മൾ മാർക്കറ്റിൽ എന്തിനാണ് യൂസ് ചെയ്യുന്നത് വെച്ചാൽ മാർക്കറ്റിൻ്റെ ഒരു സഡൻ മൂവ്മെൻറ്റം, അതായത് ഒരു മാർക്കറ്റ് നമ്മൾ പറഞ്ഞിരുന്നു ഒരു സഡൻ മൂവ്മെൻറ്റം മാർക്കറ്റ് മൂവ്മെൻറ്റം ക്രിയേറ്റ് ചെയ്യുകയാണെങ്കിൽ ഒരിക്കലും ആ ഒരു സഡൻ മൂവ്മെൻറ്റത്തിലേക്ക് മാർക്കറ്റിലേക്ക് ട്രേഡിലായിട്ട് എൻ്റർ ചെയ്യരുത്. മറിച്ച് വെയിറ്റ് ചെയ്യുക, അതിനൊരു കറപ്ഷൻ വരും അല്ലെങ്കിൽ ഒരു റീടെസ്റ്റ് വരും. ആ ഒരു റീടെസ്റ്റിൽ നിന്ന് വേണം നമ്മൾ എന്ത് ചെയ്യുക, ഒരു ട്രേഡ് എക്സിക്യൂട്ട് ചെയ്യാനായിട്ട്. സോ ഈ ഒരു റീടെസ്റ്റ് ഏരിയ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്ത് ഫിബൊനാച്ചി റീട്രേസ്മെൻറ്റ് എന്ന് പറയുന്ന ടൂൾ യൂസ് ചെയ്യുന്നത്. ഇത് കണ്ടുപിടിച്ചിരിക്കുന്നത് അല്ലെങ്കിൽ ഈ ഒരു എന്തിനെ ബേസ് ചെയ്തിട്ടാണ് ഈ ഒരു സെഗ്മെൻറ്റ് മാർക്കറ്റിലോട്ട് ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ പറ്റുന്നതെന്ന് വെച്ചാൽ ഇതൊരു മാത്തമാറ്റിക്കൽ അൽഗോരിതമാണ്. മാർക്കറ്റ് മൂവ് ചെയ്യുന്നത് എപ്പോഴും ഒരു മാത്തമാറ്റിക്കൽ അൽഗോരിതം ബേസ്ഡ് തന്നെയാണ്. സോ ഈ ഒരു മാത്തമാറ്റിക്കൽ റീടെസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യാനാണ് നമ്മൾ ഈ ഫിബൊനാച്ചി എന്നൊരു ടൂൾ യൂസ് ചെയ്യുന്നത്. സോ ഇത് കണ്ടുപിടിച്ചിരിക്കുന്നതെന്ന് വെച്ചാൽ ഇറ്റാലിയൻ മാത്തമാറ്റീഷ്യൻ ആയിട്ടുള്ള ഫിബൊനാച്ചിയുടെ തിയറീസ് ബേസ് ചെയ്തിട്ടാണ്. സോ നമുക്കത് നോക്കാം എങ്ങനെയാണ് മാർക്കറ്റിൽ വരുന്നത്. നോർമലി നമ്മൾ നോക്കുകയാണെങ്കിൽ ഒരു ടൂൾ സെഗ്മെൻറ്റ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഫൈസലം മൈക്കാനം കണ്ട ആട്ടിക്കൊണ്ടിരിക്കുന്നു അല്ല കലേട്ട ഇല്ലല്ല ക്രോപ്പ് ട്രിം ചെയ്തായി പറയാം. നമ്മൾ മാർക്കറ്റിൽ ഒരു ടൂൾ സെഗ്മെൻറ്റ്സ് ഈ ഒരു റൈറ്റ് സൈഡിലെ ടൂൾസിൽ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അവിടെ നമുക്ക് കാണാൻ പറ്റും ഫിബൊനാച്ചി റീട്രേസ്മെൻറ്റ് എന്ന് പറഞ്ഞ ടൂളും ഫിബൊനാച്ചി ട്രെൻഡ് ബേസ്ഡ് ഫിബ് എക്സ്റ്റൻഷൻ എന്ന് പറയുന്ന സെഗ്മെൻറ്റ്. അതിൽ ഫിബ് റീട്രേസ്മെൻ്റ് ആണ് നമ്മൾ ഫസ്റ്റ് എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത്. അതായത് ഒരു സഡൻ മാർക്കറ്റ് മൂവ്മെൻറ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ, അതായത് ഒരു ഹൈലി വോൾട്ടൈൽ ആയിട്ടുള്ളൊരു മാർക്കറ്റിൽ സഡൻ ആയിട്ടൊരു മാർക്കറ്റ് അപ്പ് മൂവ്മെൻറ്റ് ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ അതിൻ്റെ ഒരു കറപ്ഷൻ അല്ലെങ്കിൽ അതിൻ്റെ ഒരു റീടെസ്റ്റ് നമുക്ക് എവിടെ നിന്ന് എഗെയിൻ ബൈ ചെയ്യാം എന്ന് കണ്ടുപിടിക്കാനാണ് നമ്മൾ ഫിബൊനാച്ചി റീട്രേസ്മെൻറ്റ് ടൂൾ യൂസ് ചെയ്യുന്നത്. ഇപ്പോൾ ഈ ഒരു കണ്ടീഷനിൽ മാർക്കറ്റ് എന്ത് ചെയ്യുക, നിങ്ങൾ എക്സ്റ്റൻഷൻ മാർക്കറ്റ് കണ്ടീഷൻ നോക്കുകയാണെന്നുണ്ടെങ്കിൽ മാർക്കറ്റ് ഡൗൺ മൂവ്മെൻറ്റ് വരുന്നു. പക്ഷേ നമ്മൾ എന്ത് ചെയ്തു, കഴിഞ്ഞ ടൈമിൽ നമ്മൾ പഠിച്ച മാർക്കറ്റ് സ്ട്രക്ചർ ബ്രേക്ക് വെച്ചിട്ട് നോക്കുകയാണെങ്കിൽ മാർക്കറ്റ് എന്ത് ചെയ്തു, പ്രീവിയസ്ലിയുള്ള സ്വിംഗ് ലോനെ മാർക്കറ്റ് മാനിപ്പുലേറ്റ് ചെയ്തതിന് ശേഷം സ്വിംഗ് ഹൈ ബ്രേക്ക് ചെയ്തൊക്കെയാണ്. ഓബിയസ്ലി ഇതൊരു അപ്പ് മൂവ്മെൻറ്റത്തിലോട്ട് കൺവേർട്ടായി നമുക്ക് അറിയാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഈ ഒരു കണ്ടീഷൻ വെച്ചിട്ട് ഫിബ് ലെവൽസിൽ നമ്മൾ എടുക്കുകയാണെങ്കിൽ മാർക്കറ്റ് റിജക്ഷൻ കാണിക്കുകയാണെങ്കിൽ ഫസ്റ്റ് ഫിബ് ലെവൽ റിജക്ഷൻ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് താഴെ ബോട്ടം നിന്ന്, അതായത് എപ്പോഴും ഫിബ് പ്ലോട്ട് ചെയ്യേണ്ടത് അപ്പ് മൂവ്മെൻറ്റ് ആണെന്നുണ്ടെങ്കിൽ താഴെ നിന്ന് മുകളിലേട്ടായിരിക്കണം മാർക്കറ്റിൽ ഫിബൊനാച്ചി റീട്രേസ്മെൻറ്റ് നമ്മൾ എടുക്കേണ്ടത്. സോ അങ്ങനെ എടുക്കുമ്പോൾ കറൻ്റ്ലി മാർക്കറ്റ് റിജക്ഷൻ കാണിക്കുന്ന ഏത് ഏരിയ ആണോ അവിടെ നിന്നായിരിക്കണം നമ്മൾ എന്ത് ചെയ്യുക, എൻഡ് ചെയ്യേണ്ടത്. അതായത് ഒരു ഈക്വൽ ടോപ്പ് അടിച്ചു തന്നിരിക്കും. ഇപ്പോൾ കറൻ്റ്ലി ഈക്വൽ ടോപ്പ് അടിച്ചിട്ടില്ല. ഇങ്ങനൊരു കണ്ടീഷനിൽ ഈക്വൽ ടോപ്പാണ് അടിക്കണമെങ്കിൽ ഈ ഒരു താഴെ നിന്ന് മേലേക്ക് നമ്മൾ എന്ത് ചെയ്യും, സ്പോട്ട് ചെയ്തിട്ട് അതിൻ്റെ 50%, അതായത് മാർക്കറ്റ് മൂവ്മെൻറ്റത്തിൻ്റെ 50 to 61% ആണ് നമ്മൾ മാർക്കറ്റിൽ എന്ത് ചെയ്യുക, ഫൈൻഡ് ഔട്ട് ചെയ്ത് നോക്കേണ്ടത്. സോ ഈ ഏരിയയിൽ മാർക്കറ്റ് ഈ ഏരിയ റീച്ച് ചെയ്തതിന് ശേഷം എന്തെങ്കിലും ഒരു ബൈയിങ് കണ്ടീഷൻ ഫോർമേഷൻ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ ഒരു പർട്ടിക്കുലർ ഏരിയയിൽ നിന്ന് ഒരു ട്രേഡ് ക്രിയേറ്റ് ചെയ്യാം. അതായത് ഇവിടെ നിന്ന് ഒരു ട്രേഡിലോട്ട് എൻ്റർ ചെയ്യാം, ദെൻ ഒരു ബൈ ട്രേഡ് ഇനീഷ്യേറ്റ് ചെയ്യും. ദെൻ അതിന് നമുക്ക് സ്റ്റോപ്പ് ലോസ് എന്ന് പറയുന്ന കണ്ടീഷൻ നമുക്ക് എവിടെ കൊടുക്കാൻ പറ്റും, അതായത് നമ്മുടെ മാർക്കറ്റ് എക്സിറ്റിംഗ് ഏരിയ, അതായത് സ്റ്റോപ്പ് ലോസ് റിസ്ക് ഒഴിവാക്കാൻ അല്ലെങ്കിൽ ആ റിസ്ക് ലിമിറ്റ് ചെയ്ത് എക്സിറ്റ് ചെയ്യേണ്ട ഏരിയ എന്ന് പറയുന്നത് അതിന് തൊട്ട് താഴെയുള്ള ലെവലിന് താഴെ നമ്മൾ വെക്കാം. ഇല്ലാന്നുണ്ടെങ്കിൽ പ്രീവിയസ്ലി അവിടെ ഒരു സ്വിംഗ് ലോ ഉണ്ടെന്നുണ്ടെങ്കിൽ ആ ഒരു സ്വിംഗ് ലോക്ക് താഴെ ആയിരിക്കണം നമ്മൾ എന്ത് ചെയ്യുക, സ്റ്റോപ്പ് ലോസ് ക്രിയേറ്റ് ചെയ്യേണ്ടത്. സോ നമുക്ക് എന്ത് ചെയ്യുക, അങ്ങനെ ഒരു ട്രേഡ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ദെൻ ലെവൽ ഓഫ് ടാർഗറ്റ് എന്ന് പറയുന്നത് ഇതിൻ്റെ എക്സ്റ്റെൻഡ് ചെയ്തിരിക്കുന്ന ഫസ്റ്റ് ലെവലായിരിക്കും. അതായത് ഈ ഒരു ലെവലായിരിക്കും ഫസ്റ്റ് ടാർഗറ്റായിട്ട് നമുക്ക് മീറ്റ് ചെയ്യാൻ പറ്റുന്നത്. അതേപോലെ തന്നെ നമുക്ക് എന്ത് ചെയ്യാം, ഈ ഒരു ലെവൽ ഓഫ് ക്രിയേഷനിൽ നമുക്ക് എന്ത് ചെയ്യാം, ഈ ഒരു താഴേക്ക് നമുക്ക് സെല് ചെയ്യാൻ പറ്റുമെന്ന് വെച്ചാൽ ഇവിടെ ചെറിയ ടൈം ഫ്രെയിമിൽ എന്തെങ്കിലും കണ്ടീഷൻ ഉണ്ടെങ്കിൽ മാത്രം നമുക്ക് എന്ത് ചെയ്യാം, ഈ ഒരു പ്രോബിലിറ്റി ഏരിയ അപ് ടു ഡൗൺ ടു ദിസ് ലെവലിലേക്ക് നമുക്ക് എന്ത് ചെയ്യാം, മാർക്കറ്റിൽ ഒരു സെല്ല് ട്രേഡ് ഇനീഷ്യേറ്റ് ചെയ്യാൻ പറ്റും. അതൊരു വലിയ ട്രെൻഡ് മൂവ്മെൻറ്റ് ആണെന്നുണ്ടെങ്കിൽ ഈസി ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഈ ഒരു ലെവൽ ഓഫ് മൂവ്മെൻറ്റ് നമുക്ക് ക്യാച്ച് ചെയ്യാൻ പറ്റും. മാർക്കറ്റിൽ നമ്മൾ എടുത്തിരിക്കുന്ന ഒരു കണ്ടീഷൻ കാണിച്ചു തരാം. അപ്പോൾ ഗോൾഡ് നമ്മൾ കഴിഞ്ഞ ദിവസം ഒരു ബൈ എടുത്തിട്ടുണ്ടായിരുന്നു. ആ ഒരു എക്സ്പ്ലെയിൻ ചെയ്യുന്ന കണ്ടീഷനിൽ നമ്മൾ ആ ഫിബ് ലെവൽ വെച്ചിട്ട് തന്നെയാണ് ഗോൾഡ് നമ്മൾ ക്യാച്ച് ചെയ്തത്. സോ അതെങ്ങനെയാണ് നമുക്ക് നോക്കി നോക്കാം. നമുക്ക് ഗോൾഡ് മാർക്കറ്റ് നല്ല രീതിയിൽ ഫോളിങ് ആയിരുന്നു മാർക്കറ്റ് കഴിഞ്ഞ ദിവസം കണ്ടത്. അപ്പോൾ ഈ ഒരു ഫോള് കണ്ടപ്പോൾ നമ്മൾ എന്താ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ മാർക്കറ്റിൽ ഫിബ് ലെവൽ യൂസ് ചെയ്തിട്ട്, അതായത് ഒരു ഡെയിലി ബേസ് ചെയ്ത് നോക്കുകയാണെങ്കിൽ നല്ലൊരു മാർക്കറ്റ് മൂവ്മെൻറ്റ് ഡൗൺ മൂവ്മെൻറ്റ് ആയിരുന്നു. സോ ഈ ഒരു ഫിബ് ലെവൽ വെച്ചിട്ട് നമുക്കറിയാം എന്താ പറയുക, മാർക്കറ്റ് എന്ത് ചെയ്യും, 50% അറ്റ്ലീസ്റ്റ് 50% ഓഫ് കറപ്ഷൻ മാർക്കറ്റ് തരുമെന്ന് അറിയാം. സോ ബൈ കണ്ടീഷൻ നമുക്ക് ഇവിടെ ക്രിയേറ്റ് ചെയ്തപ്പോൾ നമ്മൾ ആ ഒരു ബൈ എടുക്കുകയും നമ്മുടെ ടാർഗറ്റ് മാർക്കറ്റിൻ്റെ 50% അറ്റ്ലീസ്റ്റ് എന്നുള്ള കണ്ടീഷനിലേക്ക് നമ്മൾ ഹോൾഡ് ചെയ്യുകയും ചെയ്തു. സോ ഈ ട്രേഡ് എന്ത് ചെയ്തു, റൺ ചെയ്ത് കയറി 50% ഇത് ട്രെൻഡിൻ്റെ അഗെയിൻസ്റ്റ് എടുത്തിന്. സോ ഇവിടെ നമുക്ക് എന്ത് ചെയ്യാം, റിജക്ഷൻ എക്സ്പെക്റ്റ് ചെയ്യാൻ പറ്റുന്ന ഏരിയയാണ് 50 to 61% എന്ന് പറയുന്ന ഈ ഒരു പർട്ടിക്കുലർ ലെവൽ. സോ ഇവിടെ നിന്ന് റിജക്ഷൻ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, താഴേക്ക് പിടിക്കാൻ പറ്റും. പക്ഷേ ഇത് ഒരിക്കലും നമുക്ക് അങ്ങനെ ചെയ്യാൻ പറ്റില്ല, കാരണം ഇതിൻ്റെ ട്രെൻഡ് ചേഞ്ച് ആയിട്ടുണ്ട്. സോ ഇത് അപ്പ് ട്രെൻഡ് കണ്ടിന്യൂഷൻ ചെയ്യാനുള്ള കണ്ടീഷനാണ്. മറിച്ച് നമുക്ക് നോക്കാം വേറൊരു കണ്ടീഷനിൽ എവിടെയെങ്കിലും ഫിബ് വെച്ചിട്ട് നമ്മൾ ട്രേഡ് എടുത്തിട്ടുണ്ടെന്ന് നോക്കാം. നമ്മൾ കഴിഞ്ഞ ദിവസം എടുത്തത് നോക്കി നോക്കാം.
ഒരു US 500 നമ്മൾ എന്ത് ചെയ്തു, ഒരു ട്രേഡ് നോക്കിയിട്ടുണ്ടായിരുന്നു. നമുക്ക് നോക്കാം. ഈ ഒരു കണ്ടീഷനിൽ മാർക്കറ്റ് എന്ത് ചെയ്തു, സഡൻ അപ്പ് മൂവ്മെൻറ്റാണ് പോയത്. ക്ലിയർലി ഈ ഒരു അപ്പ് മൂവ്മെൻറ്റത്തിന് നിങ്ങൾക്ക് എന്താ കാണാൻ പറ്റുക, ബ്രേക്ക് സ്ട്രക്ചർ മേലേക്ക് തന്നെയാണ്. അതായത് അപ്പ് ട്രെൻഡിലെ കണ്ടിന്യൂഷൻ ആയിട്ടാണ് നമുക്കിത് കൺസിഡർ ചെയ്യാൻ പറ്റുക. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, ഒരിക്കലും ഞാൻ പറഞ്ഞു ഈ ഒരു സഡൻ മൂവ്മെൻറ്റിൽ ഒരിക്കലും പോയിട്ട് ബൈ എടുക്കരുത്. റിജക്ഷൻ കണ്ടു കഴിഞ്ഞാൽ വെയിറ്റ് ചെയ്യുക. ദെൻ എന്ത് ചെയ്യുക, ഫിബ് ലെവൽ പ്ലോട്ട് ചെയ്യുക. ഫിബ് ലെവലിൻ്റെ മൂവ്മെൻറ്റ് നോക്കാം നമുക്ക്. മാർക്കറ്റ് എന്ത് ചെയ്തു, കയറിപ്പോയി. മാർക്കറ്റ് എവിടെ പ്രോപ്പർലി റെസ്പെക്ട് ചെയ്താക്കണം. മാർക്കറ്റിൻ്റെ ഫിബ് ലെവലായിട്ടുള്ള 50% ആണ്. 50 to 60%, 61%-ൽ മാർക്കറ്റ് എന്ത് ചെയ്തിട്ടുണ്ട്, റെസ്പെക്ട് ചെയ്തിട്ടുണ്ട്. ആ ഒരു ഏരിയയിൽ നിന്നാണ് നമുക്ക് പിന്നെ എന്ത് ചെയ്ത് മാർക്കറ്റ് ബൈ മൂവ്മെൻറ്റ് ക്യാച്ച് ചെയ്ത് പോയിക്കൊണ്ടിരിക്കുന്നത്. സോ ഇവിടെ നമുക്ക് എന്ത് ചെയ്യാം, ബൈയിലേക്ക് തന്നെ ഇനിഷ്യേറ്റ് ചെയ്യുന്ന രീതിക്ക് ചെറിയ ടൈം ഫ്രെയിമിലും സ്ട്രക്ചർ മുകളിലേക്ക് തന്നെയാണ് ബ്രേക്ക് ചെയ്തിരിക്കുന്നത്. സോ നമ്മുടെ ടാർഗറ്റ് ലെവൽ എവിടെ ആയിരിക്കും, നമുക്ക് നോർമലി നമുക്ക് എന്ത് ചെയ്യാം, അപ് ടു ദിസ് ലെവൽ വരെ നമുക്ക് എന്ത് ചെയ്യാം, മിനിമം ടാർഗറ്റ് ചെയ്യാനുള്ള കണ്ടീഷൻസ് ഉണ്ട്. അതിന് മുകളിലേക്ക് നമുക്ക് ടാർഗറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ വേറെ കണ്ടീഷൻസ് ഉണ്ടെന്നുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാം, അതിന് മുകളിലേക്ക് ടാർഗറ്റ് ചെയ്യാം. സോ ഒരു ബൈയിങ് ഏരിയ ഇനീഷ്യേറ്റ് ചെയ്യാൻ പറ്റിയ പെർഫെക്റ്റ് ഏരിയ ആയിരിക്കും ഫിബൊനാച്ചി ലെവലിൻ്റെ ഒരു ബേസിക് ആയിട്ടുള്ള 50 to 61%. ഈ ഒരു 50 to 61%-ന് നമ്മൾ അതിന് മാത്രമല്ല വേറെ ടെക്നിക്കൽസ് കൂടി അതിലോട്ട് ക്ലബ് ചെയ്യുമ്പോഴാണ് അതിൻ്റെ പ്രോബബിലിറ്റി, അതായത് വിന്നിങ് റേഷ്യോ കമ്പാരിറ്റീവ്ലി ഫിബിൽ ഹൈ ആവുന്നത്. ആ ഒരു ഫിബൊനാച്ചി റിട്രേസ്മെൻറ്റ് ലെവലിൽ വെച്ചിട്ട് നമ്മൾ നോക്കുമ്പോൾ അവിടെ മൾട്ടിപ്പിൾ കൺഫർമേഷൻസ്, അതായത് മൾട്ടിപ്പിൾ കണ്ടീഷൻസിൽ അത് ബൈയിങ് ഏരിയ സ്ട്രോങ് ആണ് അല്ലെങ്കിൽ ഒരു സെല്ലിങ് ഏരിയ സ്ട്രോങ് ആണെന്ന് ഇൻഡിക്കേറ്റ് ചെയ്യുന്ന കണ്ടീഷൻ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യുക, അതിന് ബേസ് ചെയ്തിട്ട് ഒരു ട്രേഡ് ഇനീഷ്യേറ്റ് ചെയ്യാൻ പാടുള്ളൂ. ഇപ്പോൾ നമ്മൾ കറൻ്റ്ലി ഒരു GBP JPയുടെ പേരിൽ ഒരു ഫിബ് ലെവൽ വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ഒരു എക്സ്പെക്റ്റേഷൻ ഉണ്ട്. നമ്മുടെ ട്രേഡിംഗ് ഏരിയ നമ്മൾ മാർക്കറ്റ് എന്ത് ചെയ്ത് പമ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സോ ഇത് നോക്കണ്ട, നോർമലി ഈ ഒരു കണ്ടീഷനിലേക്ക് മാർക്കറ്റ് റീടെസ്റ്റ് ചെയ്യണമെങ്കിൽ, അതായത് ഇപ്പോൾ മാർക്കറ്റ് ചെറിയ രീതിക്ക് ഒരു റിജക്ഷൻ കാണിക്കുന്നുണ്ട്. അങ്ങനെ ഈ റിജക്ഷൻ കണ്ടിന്യൂ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് നോക്കാം ഫിബ് ലെവൽ വെച്ചിട്ട് എവിടെയാണ് കിട്ടുന്നതെങ്കിൽ. ഫിബ് ലെവൽ വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു മൊമെൻറ്റം ഇവിടെ നിന്ന് റിജക്ഷൻ ഫ്ലോ ചെയ്യുകയാണെങ്കിൽ നോർമലി നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യാൻ പറ്റുന്ന 50 to 61% എന്ന് പറയുന്നത് ഈ ഒരു പർട്ടിക്കുലർ ലെവലിലാണ്. അവിടെ മൾട്ടിപ്പിൾ ലെവൽ ഓഫ് കണ്ടീഷൻസ് ഉണ്ടോ എന്ന് നോക്കണം. ദെൻ അതിനനുസരിച്ചായിരിക്കും നമുക്ക് അവിടെ നിന്ന് എന്ത് ചെയ്യുക, ട്രേഡ്സ് ഇനീഷ്യേറ്റ് ചെയ്യാൻ പറ്റും. നമുക്കൊരു സഡൻ മൂവ്മെൻറ്റുമായിട്ട് ഈ ഒരു മൂവ്മെൻറ്റത്തിന് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ മാർക്കറ്റ് എന്ത് ചെയ്യാം, ഈ ഒരു പർട്ടിക്കുലർ ഏരിയയിലേക്ക് റീച്ച് ചെയ്യാനുള്ള ചാൻസസ് നമുക്കുണ്ട്. അവിടെ നമ്മൾ യൂസ് ചെയ്യുന്ന വേറൊരു സ്ട്രാറ്റജി വെച്ചിട്ട് നമുക്ക് ക്രോസ് ഓവർ ഉണ്ട്. അതേപോലെ തന്നെ 50% നമുക്ക് വേറൊരു കണ്ടീഷൻ വെച്ച് നോക്കുകയാണെങ്കിൽ ഒരു ബ്രേക്കർ ബ്ലോക്ക് ഉണ്ട്, BOS ക്രിയേറ്റ് ചെയ്തിരിക്കുന്ന ഏരിയയാണ്. സോ ഈ ഒരു ഏരിയ നമുക്ക് എന്ത് ചെയ്യാം, വെയിറ്റ് ചെയ്ത് നോക്കാം. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഈ ഏരിയയിലേക്ക് റീച്ച് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഒരു ബൈ ഓർഡർ പ്ലേസ് ചെയ്യാൻ പറ്റിയ ഒരു ഏരിയ ആണ് ഈ കാണുന്നത്. അതേപോലെ തന്നെ വർക്ക് ചെയ്താക്കുന്ന കുറച്ച് എക്സാമ്പിൾ കാണുകയാണെന്നുണ്ടെങ്കിൽ ഫിബ് ലെവൽസ് വെച്ചിട്ട് മാർക്കറ്റിൻ്റെ ഒരു 50% ഈ ഒരു മാർക്കറ്റ് മൂവ്മെൻറ്റ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇത് സഡൻ മൂവ്മെൻറ്റും ആയിരുന്നു താഴെ നിന്ന് മേലേക്ക്. നമുക്ക് നോക്കി നോക്കാം അവിടെ ഫിബ് ലെവൽ എങ്ങനെയാണ് വർക്ക് ചെയ്തിട്ടുള്ളതെന്ന്. ഫിബ് ലെവൽ വെച്ചു 50 to 61% നമ്മൾ ഫൈൻഡ് ഔട്ട് ചെയ്തു. ആ ഒരു ഏരിയയിൽ നിന്ന് മാർക്കറ്റ് പമ്പ് ചെയ്തിട്ടുണ്ട്. ടാർഗറ്റ് ഇതായിരിക്കും, പക്ഷേ എന്ത് ചെയ്തു, ഫസ്റ്റ് ടാർഗറ്റ് ആയിരിക്കും നമ്മളത് കണ്ട് നമുക്ക് അത് വെച്ചിട്ടല്ലാതെ മാർക്കറ്റ് ലിക്വിഡിറ്റിയൊക്കെ ബേസ് ചെയ്ത് വീണ്ടും ടാർഗറ്റ്സ് ഹോൾഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റും. ഇല്ല, ഈ ഒരു ടാർഗറ്റ് ഹിറ്റ് ചെയ്തതിന് ശേഷം ഈ ഒരു ടാർഗറ്റ് മീറ്റ് ചെയ്തിട്ടാണ് ശേഷം നിങ്ങൾക്ക് എന്ത് ചെയ്യുക, ബ്രേക്ക് ഇവനിൽ വെച്ചാൽ പോലും നിങ്ങൾക്ക് എന്ത് ചെയ്യുക, റിസ്ക് ഇല്ലാതെ നമുക്ക് എന്ത് ചെയ്യുക, ഫിബൊനാച്ചി റിട്രേസ്മെൻറ്റ് വെച്ചിട്ട് ഒരു ട്രേഡ് ഇനീഷ്യേറ്റ് ചെയ്യാൻ പറ്റും. ഈ ഒരു സഡൻ മൂവ്മെൻറ്റ് നോക്കുകയാണെന്നുണ്ടെങ്കിലും മാർക്കറ്റ് നോക്കി നോക്കാം നമുക്ക്. ഈ ഒരു സഡൻ മൂവ്മെൻറ്റത്തിൻ്റെ 50 to 61% നമുക്ക് ഫൈൻഡ് ഔട്ട് ചെയ്യാം. മാർക്കറ്റ് എന്ത് ചെയ്തു, ട്രേഡ് ഇവിടെ നിന്ന് എക്സിക്യൂട്ട് ആയിപ്പോയി, ഇവിടെ നിന്ന് എന്ത് ചെയ്തിട്ട് സെല്ല് ചെയ്തിട്ടുണ്ട്, മാർക്കറ്റ് താഴേക്ക് വന്നു. 50 to 61% പ്രോപ്പറായിട്ട് റെസ്പെക്ട് ചെയ്തിട്ട് താഴേക്ക് വന്നിട്ടുണ്ട്. വേറെ കണ്ടീഷൻ എവിടെയെങ്കിലും ഉണ്ടോ നോക്കാം. അതേപോലെ ഒരു സഡൻ മൂവ്മെൻറ്റ് വരുന്നു ഇത്, പക്ഷേ അതൊരു 50 to 61 എക്സ്പെക്ട് ചെയ്തിട്ടുണ്ടെന്ന് നോക്കിക്കഴിഞ്ഞാൽ നമുക്കത് ചെറിയ ടൈം ഫ്രെയിം ബേസ് ചെയ്തിട്ടാണ് നോക്കേണ്ടത്. കാരണം ഇതിൻ്റെ ഒരു ബ്രേക്കിംഗ് ഏരിയ എന്ന് പറയുന്നത് ഇവിടെ നിന്നായിട്ടാണ് സഡൻ വോളിയം നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റുക. ഈ ഒരു സഡൻ വോളിയം കാൽക്കുലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ 50 to 61% റെസ്പെക്ട് ചെയ്തിട്ടുണ്ട്. അതിന് തൊട്ട് താഴെ കൂടി മാർക്കറ്റ് വന്നിട്ടുണ്ട്. ഇതിനെ അത് ബേസ് ചെയ്തെടുക്കാൻ പറ്റുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കണ്ടീഷൻ വെച്ചിട്ട് ടെക്നിക്കലി നമുക്ക് അവിടെ ഇല്ല, പ്രോപ്പറായിട്ടുള്ള കണ്ടീഷൻ അവിടെ ഫോർമേഷൻ ഇല്ല. നോർമലി ആ ഒരു ഏരിയ റെസ്പെക്ട് ചെയ്തിട്ടുണ്ട്, പക്ഷേ നമ്മുടെ ടെക്നിക്കൽസ് ക്ലബ് ചെയ്യുമ്പോൾ അവിടെ പ്രോപ്പറായിട്ടുള്ള ഏരിയ നമുക്ക് അവിടെ മീറ്റ് ചെയ്യാൻ പറ്റിയിട്ടില്ല. അതുകൊണ്ട് അത് വാലിഡായിട്ട് നമ്മളത് കൺസിഡർ ചെയ്യുന്നില്ല. ദെൻ ഇതൊരു സഡൻ മൂവ്മെൻറ്റോടെ നമുക്ക് നോക്കി നോക്കാം. ഇവിടെ നിന്നിട്ട് ബോട്ടം ടു ഈ ഒരു ബോട്ടം ലെവൽ ടു സഡൻ മൂവ്മെൻറ്റം, അതായത് ബ്രേക്ക് സ്ട്രക്ചർ കിട്ടിയാക്കുന്ന ഈ ഒരു കണ്ടീഷൻ വെച്ച് നോക്കുകയാണെങ്കിൽ അത് പ്രോപ്പറാണ്. നമുക്ക് എന്ത് ചെയ്യാം, മാർക്കറ്റ് 50 to 61% മാർക്കറ്റ് റീടെസ്റ്റ് വന്നു. ദെൻ മാർക്കറ്റ് എന്ത് ചെയ്തു, ട്രാവൽ ചെയ്ത് പോയി ടാർഗറ്റ് ലെവൽ ഇത്
മുകളിലോട്ടുള്ള ടാർഗറ്റ്. സോ ഫിബൊനാച്ചി റീട്രേസ്മെൻറ്റ് എന്ന് പറയുന്ന ഈ ഒരു കണ്ടീഷൻ വെച്ചിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യുക, ഒരു സഡൻ മൂവ്മെൻറ്റത്തിൻ്റെ ഒരു 50% റീട്രേസ് വരികയാണെങ്കിൽ നല്ല രീതിക്ക് ഒരു ബൈ ഇനിഷ്യേറ്റ് ചെയ്യാൻ പറ്റും. ഇവിടെ നമുക്ക് 50%-ലോട്ട് വന്നിട്ടില്ല കേട്ടോ. ഈ ഒരു പ്രോപ്പർ മൂവ്മെൻറ്റ് നോക്കുകയാണെങ്കിൽ നോക്കാം, വിക്ക് ടു വിക്ക് ക്രിയേറ്റ് ചെയ്തു, ഒരു 50%-ലേക്ക് റീച്ച് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഇവിടെ ഒരു കണ്ടീഷൻ റീച്ച് ചെയ്തിട്ടുണ്ട്, വർക്ക് ചെയ്തിട്ടുണ്ട് കേട്ടോ. അത് 50 to 61 വന്നിട്ടില്ല, പക്ഷേ 50% മാർക്കറ്റ് ടാപ്പ് ചെയ്തിട്ടാണ് പോയത്. അപ്പോൾ ഈ ഒരു മൂവ്മെൻറ്റം ടു 50% കറപ്ഷൻ, ദെൻ മൂവ്മെൻറ്റ് എക്സ്പാൻഷൻ നമുക്ക് നോക്കാം. ഇവിടെ വർക്ക് ചെയ്തിട്ടില്ലേ നോക്കി കഴിഞ്ഞാൽ പ്രോപ്പർലി ഇതിന് ടാപ്പ് ചെയ്തിട്ടുണ്ട്. സോ മോസ്റ്റ് ഓഫ് ദ കണ്ടീഷൻസിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ ഒരു ഫിബൊനാച്ചി റീട്രേസ്മെൻറ്റ് വെച്ചിട്ടുള്ള 50 to 60%, 61% എന്ന് പറയുന്ന കണ്ടീഷൻ മാർക്കറ്റിൽ ഒരു സഡൻ മൂവ്മെൻറ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ വർക്ക് ചെയ്യാനുള്ള ചാൻസസ് വളരെ കൂടുതലാണ്. ഈ ഒരു കണ്ടീഷൻ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് നോക്കാം, ഇതൊരു സഡൻ ഫോളാണ്. ഈ ഒരു സഡൻ ഫോളിൻ്റെ 50% to 61% എടുത്ത് നോക്കാം. നമ്മൾ ഇന്നലെ ട്രേഡ് പറഞ്ഞിട്ടുണ്ടായിരുന്നു, പക്ഷേ ഇതിവിടെ സെറ്റിൽ എക്സിക്യൂട്ട് ആയി പോയത് വേറൊരു കണ്ടീഷൻ കൂടി ഉള്ളതുകൊണ്ടാണ് നമ്മൾ ഈ സെല്ല് എടുത്തത്. അത് ഇന്നലെ നമ്മൾ വേറൊരു മെത്തേഡ് വെച്ചിട്ട് ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇത് ഫിബൊനാച്ചി റീട്രേസ്മെൻറ്റ് വർക്ക് ചെയ്തിട്ടില്ല, 50 to 61 ഒന്നും മീറ്റ് ചെയ്തിട്ടില്ല. നോർമലി ഈ ഒരു ഏരിയ റിജക്ഷൻ ഇവിടെ അതിന് മുന്നേ ഉള്ളതുകൊണ്ടാണ് ഈ ഒരു സെല്ല് എടുത്തത്. സോ ഈ ഒരു പർട്ടിക്കുലർ ഏരിയ നമ്മൾ ക്യാച്ച് ചെയ്തിട്ടില്ല, അതിന് മുന്നേ തന്നെ സെല്ലെടുത്ത് വിടുകയാണ് ചെയ്തത്. സോ നോർമലി ഇങ്ങനൊരു കണ്ടീഷൻ ഉണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുക, 50 to 61% വെയിറ്റ് ചെയ്യുക. പിന്നെ ആ ഒരു ഏരിയയിൽ നിന്നായിരിക്കണം നമുക്ക് എന്ത് ചെയ്യാം, ഒരു ട്രേഡ് പെർഫെക്റ്റായിട്ട് എടുക്കാൻ പറ്റുക. ഈ ഒരു കണ്ടീഷനും അതേപോലെ തന്നെയാണ്, പക്ഷേ ഒരിക്കലും ഫിബ് അവിടെ വർക്ക് ആവില്ല. കാരണം ഇത്രയും വലിയ ഇംബാലൻസ് ഒക്കെ വെച്ചിട്ട് മാർക്കറ്റ് ഒരിക്കലും ഫിബ് കളക്ട് ചെയ്യില്ല. അങ്ങനെ നോക്കുകയാണെങ്കിൽ ആ ഒരു ബാലൻസ് മീറ്റ് ചെയ്തിട്ടൊക്കെയാണ് പോയിട്ടുള്ളത്. അത് വേറെ മെത്തേഡാണ്. നോർമലി ഒരു സഡൻ മൂവ്മെൻറ്റ് ഓടുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, 50 to 61% നിങ്ങൾക്ക് അത്യാവശ്യം ക്യാച്ച് ചെയ്യുന്ന രീതിക്ക് ട്രേഡ്സ് ഫിബൊനാച്ചി റീട്രേസ്മെൻറ്റ് വെച്ചിട്ട് എടുക്കാൻ പറ്റും. സോ ഇതാണ് ഫിബൊനാച്ചി റീട്രേസ്മെൻറ്റിൻ്റെ എക്സ്പ്ലനേഷനായിട്ട് എനിക്ക് പറയാൻ പറ്റുക. നമുക്ക് എന്ത് ചെയ്യാം, കൂടുതൽ ഇൻഫോർമേറ്റീവ്സ് ആയിട്ടുള്ള ട്രേഡ് വീഡിയോസായിട്ട് വീണ്ടും കാണാം. ദെൻ മാർക്കറ്റ് അനാലിസും കാര്യങ്ങളൊക്കെ കിട്ടാൻ വേണ്ടിയിട്ടും സിഗ്നൽസും കാര്യങ്ങളൊക്കെ അറിയാൻ വേണ്ടിയിട്ടും നിങ്ങൾ എന്ത് ചെയ്യുക, നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, അതേപോലെ തന്നെ കമ്മ്യൂണിറ്റിയിലേക്ക് ജോയിൻ ചെയ്യാം. സോ വീണ്ടും ഒരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.